നമസ്കാരം. ഡോക്ടർ അനീസ് ആലീസ് മൈൻഡ് വെൽനസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർ, എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ആ യാത്രയുടെ ഡേറ്റ് എത്തുമ്പോഴേക്കും പലർക്കും പല ഒരു ടെൻഷൻ, ഒരു ഉത്കണ്ഠ, ട്രാവൽ ചെയ്താൽ ശരിയാവും, എന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു വയ്ക്കാൻ മറന്നു പോകുമോ എന്നങ്ങനെ കുറേ അനാവശ്യ ഭയം. അതിപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കും? ഓക്കെ, ഇത് കുറേ ആളുകളിൽ കാണുന്നതാണ്, പക്ഷേ പലവരും പറയാൻ മടിക്കുന്നൊരു കാര്യമാണ്. എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ ഒരു ഗൾഫിൽ കൂടി പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കറിയാം, നാട്ടിൽ നിന്ന് അവിടെ പോയി ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് ഇപ്പോൾ മുൻകാലത്തെ പോലെയല്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് വരാൻ പറ്റും, ടിക്കറ്റ് എടുത്തൊക്കെ വരാൻ പറ്റും. പണ്ടൊക്കെ കാലത്തൊക്കെ ഒരു കൊല്ലത്തിൽ 2 കൊല്ലത്തിൽ ലീവ് കിട്ടുമ്പോൾ മാത്രമായിരുന്നു. ഇപ്പം നമുക്ക് വേണമെങ്കിൽ 2 ദിവസം 3 ദിവസം ലീവ് ഉണ്ടെങ്കിൽ പോലും ആളുകൾ നാട്ടിൽ വരുന്നവരുണ്ട്. കാരണം പാസ്പോർട്ടൊക്കെ നമ്മളെ കയ്യിൽ തന്നെയാണ്. പണ്ട് കമ്പനി നമ്മുടെ അടുത്ത് വാങ്ങി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇത്തരം പ്രശ്നങ്ങളുള്ളത് കാരണം അവർ വരാൻ മടിക്കുകയാണ്. അവർക്ക് നാട്ടിലേക്ക് വരണം, അവരുടെ കുടുംബത്തെ കാണണം, മക്കളെ കാണണം, ഭാര്യയെ കാണണം, ഒക്കെ ഉണ്ട്, അമ്മേനെ അച്ഛനെയൊക്കെ കാണുന്നുണ്ട്. പക്ഷേ വരാൻ കഴിയുന്നില്ല. എന്താ വെച്ചാൽ ട്രാവൽ ചെയ്യാനുള്ള പേടി, ഒരു ഉൾഭയം. അത് പലതരത്തിലാവാം. ചില ആൾക്കാർക്ക് പിന്നെ ഇപ്പോൾ ഒരു ഫിയർ ഓഫ് ആൻസൈറ്റി എന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ഫിയർ ഓഫ് ട്രാവലിംഗ്, ഹോഡോഫോബിയ എന്നൊക്കെ പറയും. അപ്പോൾ അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിൽ, ഇപ്പോൾ ഉയരത്തിൽ ഫ്ലൈറ്റിൽ പറക്കാൻ പ്രശ്നമുള്ളവരുണ്ട്. ഇനിയിപ്പം ഗ്രൗണ്ടിലൂടെ ബസ്സിലാണ് കാറിലാണെങ്കിൽ പോകുന്നവൻ അതിന് പേടിക്കുന്നവരുണ്ട്. മറ്റേ ഏത് കപ്പലാണെങ്കിൽ കപ്പൽ അതിലേക്ക്. അപ്പോൾ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, ഉത്ബോധ മനസ്സിൽ എപ്പോഴെങ്കിലും അത്തരത്തിലുള്ള വല്ല ഇൻസിഡൻസിനെ പറ്റിയിട്ടോ മറ്റോ രജിസ്റ്റർ ചെയ്യുകയും അതിനോടനുബന്ധിച്ചുണ്ടായിട്ടുള്ളൊരു ഫിയർ ആയിരിക്കും അതിനൊരു പ്രധാനപ്പെട്ട കാരണം. അല്ലെങ്കിൽ പിന്നെ OCD എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട്, ഒരു ആൻസൈറ്റി ഡിസോർഡറാണത്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അതിൻ്റെ ഭാഗമായിട്ടും ചിലത് ഡീപ്പായി ചിന്തിക്കും. ഓരോ കാര്യങ്ങളും, ഈ ബിൽഡിങ്ങിന് എന്ത് സംഭവിക്കുമോ, ഈ ബിൽഡിങ് പൊളിഞ്ഞാടോ, ഇതിന് കോൺക്രീറ്റൊക്കെ യഥാർത്ഥത്തിൽ തന്നെ മിക്സ്ചറിങ്ങൊക്കെ കറക്റ്റ് ആയിരിക്കുമോ, നമുക്കറിയാം ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്. ഇപ്പോൾ ഞാനും ഇയാൾ ഇവിടെ ഇന്ന് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണ്. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയോ ആരാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എടുത്തത്? ഇതിൻ്റെ ആർക്കിടെക്റ്റിൻ്റെ പേര് പറഞ്ഞു. അയാളൊരു ഫെമിലിയർ ആർക്കിടെക്റ്റാണ്. അദ്ദേഹം ഫെമിലിയർ ആർക്കിടെക്റ്റ് ആണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടുണ്ടാവുമോ? അങ്ങനെ ഏതോ നാട്ടിൽ നിന്ന് വന്ന ആളുകളായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ. പക്ഷേ അയാൾ അതിൻ്റെ റേഷ്യോ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇത്ര കണക്ക് പ്രകാരം സിമെൻറ്റ് വേണം, കോൺക്രീറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു വിശ്വാസത്തിൽ നമ്മൾ നിൽക്കുകയാണ്, അതൊക്കെ ഇവിടെ പ്രോംപ്റ്റ് ആയിരിക്കുന്നത്. പക്ഷേ ആ പ്രോംപ്റ്റ് അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ പിടിഞ്ഞ് വീണാക്കാം. പക്ഷേ ആ ചിന്ത നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് കൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. ഇങ്ങനെ കാര്യം സംഭവിക്കാൻ പോകണോ? ഇപ്പോൾ പല ആക്സിഡൻറ്റ്സ് സംഭവിക്കുന്നു. ഫ്ലൈറ്റ് പൊന്തി അധികം വൈകാതെ അത് കാണാതായി, റഡാറിന്ന് പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അതിലേക്ക് കയറുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഇൻസിഡൻസ്, അങ്ങനെ സംഭവം ഇന്നലെ നടന്നു, കഴിഞ്ഞ മാസം നടന്നു പറഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇന്ന് ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ചെറിയ തോതിലെങ്കിലും ഒരു ആൻസൈറ്റി ഇങ്ങനെ സംഭവിച്ചൂടെ? കാരണം ഒരു ഹെഡിങ് തന്നിട്ടല്ലല്ലോ ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ആൻസൈറ്റി ഉള്ള ആളുകൾക്ക് അത് ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളതിനെ പറ്റി ചിന്തിക്കാത്തത്, നമ്മളതിനെ പറ്റി അത്ര ബോധേഡല്ല. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നമ്മളെ മനസ്സിൽ ശരിക്കും വ്രണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് തമാശയായി തോന്നും, പക്ഷേ ആ ഇൻസിഡൻറ്റ് ശരിക്കും ആക്ച്വലി അനുഭവിക്കുന്ന ആൾക്ക് അതിൻ്റെ ശരിക്കുള്ള പെയിൻ അറിയുള്ളൂ. കാരണം അയാൾക്ക് നാട്ടിലേക്ക് വരണം, അയാളെ കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കണം വളരെയധികം ആഗ്രഹമുണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ അയാൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, പക്ഷെ എത്താൻ കഴിയുന്നില്ല. അവിടെ നിൽക്കാതിരിക്കാൻ അയാൾക്ക് സാധിക്കുന്നില്ല, കാരണം ഇവിടെ ജോലിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ വേറെ രാജ്യത്ത് ജോലിക്ക് പോയത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്ടംപോലെ കേസുകൾ കാണും. ആ ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഈ ആൻസിലൈറ്റിക് ഏജൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്, ആൻസൈറ്റി റെഡ്യൂസ് ചെയ്യുന്ന. അതാണ് നമ്മൾ ഇങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ ആൻസൈറ്റി കുറയുമ്പോൾ ചില കൗൺസിലിംഗ് കൊടുത്തിട്ട് നമുക്ക് മനസ്സിന് ധൈര്യം വീണ്ടെടുക്കാനുള്ള ചില ടെക്നിക്സ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. അതിന് കൂടെ നമ്മൾ ചില ബെൻസോഡൈസിപ്പിൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽപ്പെട്ട മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ആൻസൈറ്റി നല്ലോണം കുറയും, മനസ്സിന് ധൈര്യമൊക്കെ കിട്ടും, ഒരു കറേജ് കിട്ടും. ആ മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ പോകാൻ പേടിച്ചിരിക്കുന്ന ഒരാളാണെന്ന് വെച്ചെങ്കിൽ ആ മരുന്ന് കഴിച്ച് ശരിക്കും ഒരു എഫക്റ്റ് കിട്ടുമ്പോൾ എനിക്കൊരു മനധൈര്യം കിട്ടും. അപ്പോൾ കല്ലിവല്ലി ഓക്കെ, എന്തായാലും വേണ്ടില്ല, നമ്മളെന്തായാലും മരിച്ചു പോകാനുള്ളതല്ലേ, എല്ലാവരും മരിച്ചു പോകാനുള്ളതല്ലേ, അതൊക്കെ എപ്പോഴാச்சுം മരിക്കും, അങ്ങനെയുള്ളൊരു ധൈര്യം കിട്ടും. ആ ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കയറും. ഇല്ലെങ്കിലോ എനിക്ക് അവിടെ എത്തുമ്പോൾ പ്രശ്നമായിരിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് മാളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കാണുന്നതാണ് എസ്കലേറ്റർ കയറാൻ വരെ മടിച്ചിരിക്കുന്ന, പേടിച്ചിട്ട് നിൽക്കുന്ന കുറേ കുടുംബങ്ങൾ നമ്മൾ കാണാം. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മാറിക്കും. കാരണം എന്നിട്ട് തന്നെ ആരെങ്കിലും പിടിച്ച് ഉന്തി തള്ളി നിൽക്കണം. അതിങ്ങനെ പോയി വരണം. അതുപോലെ ലിഫ്റ്റിൽ കയറാൻ മടിക്കുന്നവരുണ്ട്. അപ്പോൾ ചിലർക്ക് ക്ലോസ്ട്രോഫോബിയ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ ക്ലോസ് ഇതിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവും, ക്രൗഡിലേക്ക് എത്തുമ്പോഴുള്ള പ്രശ്നം ഉണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ആൻസൈറ്റി, ഫോബിയാസ് ഒക്കെ ഉള്ള ആളുകളിൽ
ഇത്തരം പ്രവണതകൾ എത്തിയ സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ കഴിയാതെ വരുന്നൊരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഫിയർ റെഡ്യൂസ് ചെയ്യണം. ഫിയർ റെഡ്യൂസ് ചെയ്യാൻ മെഡിസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ മെഡിസിൻ കൊടുക്കും. അല്ലാത്തവർക്ക് നമ്മൾ ആ കൗൺസിലിങ്ങിലൂടെ കറക്റ്റ് ചെയ്തിട്ട് അത് ശരിയാക്കി എടുക്കാൻ പറ്റും. താങ്ക് യു സർ. സർ, ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ആഡ് ചെയ്തോട്ടെ. നമുക്ക് വന്നിട്ടുള്ള ഒരു കമൻറ്റാണ്, ആൾക്ക് കണ്ണുകളിലേക്ക് നോക്കാൻ ഭയം. ഇപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആൾക്ക് പെട്ടെന്നൊരു പേടി വരും. അപ്പോൾ ആൾ പെട്ടെന്ന് മുഖം മാറ്റും. അത് ചിലപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ മുഖത്ത് ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ കാരണം ഇയാൾക്ക് അത് ഒന്നും കൂടെ ടെൻഷനായിട്ട് പെട്ടെന്ന് ആ ഒരു സ്ഥലത്തു നിന്ന് ആൾ പെട്ടെന്ന് മുങ്ങും. അപ്പം അതെങ്ങനെ മാറ്റിയെടുക്കാം? അപ്പോൾ അതുകൊണ്ട് ആൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥയുള്ള കാരണം ആൾക്ക് പെണ്ണ് കാണാൻ പോകാൻ പോലും മടിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് എങ്ങനെ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ കഴിയും? ഇതൊരു ആൻസൈറ്റി തന്നെയാണ്. ഇതൊക്കെ ആൻസൈറ്റിൻ്റെ ഭാഗമാണ്. പല വ്യക്തിത്വങ്ങളിലും പല രീതിയിലാണ് ഇത് വരിക. ഇതിന് നമ്മൾ സാധാരണ ഒരു മെഡിക്കൽ ടേമായിട്ട് പറയുമ്പോൾ ഒമറ്റോഫോബിയ എന്ന് പറയും. ഒമറ്റോഫോബിയ അതായത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് മുഖത്ത് നോക്കി പറയണം, മുഖത്ത് നോക്കി സംസാരിക്കണം എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നമ്മളൊക്കെ പഴയ കാലത്തൊക്കെ പറയും കള്ളലക്ഷണമാണെന്ന്, നമ്മൾ തല താഴ്ത്തി പറയുമ്പോഴും മുഖത്ത് നോക്കുമ്പോഴും. പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ നമ്മൾ തമാശയായിട്ട് പറയുന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് മുഖത്ത് നോക്കുമ്പോൾ എന്തോ ഒരു ചമ്മലും പ്രയാസങ്ങളൊക്കെയാണ്. ആ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ മുഖത്ത് നോക്കുമ്പോൾ എനിക്കത് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് ഭയങ്കര ആൻസൈറ്റിയും ഇതൊക്കെ വന്നിട്ട് ആ പ്രശ്നമാണ്. ഞാൻ ഇങ്ങോട്ട് നോക്കി പറയും, അല്ലെങ്കിൽ എഴുതി പറയും, പറയാനുള്ളതൊക്കെ ഞാൻ പറയും, പക്ഷേ എനിക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. ആ ഒരു ആൻസൈറ്റി തന്നെയാണ്. അത് നമ്മൾ ഗ്രാജ്വലി നമ്മളത് മാറ്റിയെടുക്കണം. ചില ആൾക്കാർക്ക് ജനറ്റിക് ആയിട്ട് തന്നെ അവർ പാരൻസ് എന്നൊക്കെ ഷൈ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ഭയങ്കര ഷൈ ആയിട്ടുള്ള. എസ്പെഷ്യലി നമ്മൾ കോളേജുകളിലൊക്കെ കേൾക്കുന്നതാണ് പെൺകുട്ടികളോടൊക്കെ സംസാരിക്കാൻ മടിച്ചിരിക്കുന്ന കുറേ ആൾക്കാർ. പിന്നെ അല്ലെങ്കിൽ പറയാൻ നമ്മളെ മനസ്സിൽ എന്തൊക്കെ ഉണ്ട്, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാൻ പൂർണ്ണമായിട്ട് കഴിയില്ല. ഇപ്പോൾ ഈയിടെ അടുത്ത് ഞാൻ കണ്ടൊരു സിനിമ, ഏതോ ഒരു സിനിമ കണ്ടല്ലോ, ആവേശമാണോ, പ്രേംലു എക്സാക്ട്ലി പ്രേംലു എന്ന് പറഞ്ഞ സിനിമയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊക്കെ ചില നമ്മളെ അനുഭവങ്ങളുള്ള മാതിരി തോന്നിപ്പോയി. പലപ്പോഴും നമ്മളറിയും നമ്മളെ മനസ്സിലുണ്ട് ആ കുട്ടിയോട് ഒരു ഇഷ്ടമോ എന്തൊക്കെയുണ്ട്. അത് ആ ഇഷ്ടം എന്ന് പറഞ്ഞത് ചിലപ്പോൾ വേറെ തരത്തിൽ ഇഷ്ടമായിക്കോണമെന്നില്ല. ഞാൻ ഇഷ്ടത്തിന് നമുക്ക് പലതരത്തിലും അതിനെ എടുക്കാമല്ലോ. എല്ലാം ഇപ്പോൾ കല്യാണം കഴിക്കണമെന്നോ അല്ലെങ്കിൽ വേറെ വല്ല റിലേഷൻഷിപ്പിന് വേണമെന്നുള്ളതായിക്കോണമെന്നില്ല. എനിക്കൊരാളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. അതിപ്പോൾ എന്തോ നിങ്ങളെ രൂപഭംഗിയാവാം, നിങ്ങളെ സ്വഭാവമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ ചിരിയായിരിക്കാം, നിങ്ങൾ എന്തെങ്കിലും ആവാം. അത് പക്ഷെ അത് എൻ്റെ മനസ്സിലുണ്ടാവും. പക്ഷെ നിങ്ങളോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പേടി. ചിലപ്പോൾ ഞാൻ വലിയ ധൈര്യമൊക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്, ഞാൻ ഇന്ന് പറയും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ സാധാരണ കുട്ടികളാകുമ്പോൾ പറയുന്നതാണ്, ഞാൻ ഇന്ന് അവളോട് പറയും, അവനോട് പറയും എന്നൊക്കെ പറയുന്നത്. അവിടെ വന്ന് നോക്കുമ്പോൾ സിറ്റുവേഷൻ ആകെ മാറും. ഒന്നും പറയാതെ പോകും. ബാക്കിയുള്ളൊരു വാച്ച് ചെയ്യാനുണ്ടാവും. നീ പറയും, ഞാൻ അവിടെ എല്ലാവരോടും ബെറ്റ് വെച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ആ ആൻസൈറ്റി കാരണം ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയില്ല. ചിലപ്പോൾ പറയുമ്പോൾ അനാവശ്യമൊന്നുമല്ല പറയണത്. അനാവശ്യമൊക്കെ ആണെങ്കിൽ ഓക്കെ, നമ്മൾ ചിലപ്പോൾ നല്ലൊരു കാര്യമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഒരു കാര്യമായിരിക്കും പറയാം. അതൊരു ശരിക്കും ഒരു അപ്രിസിയേഷനാണ്. പക്ഷേ അതിലിപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റായിട്ടൊന്നും തോന്നാനൊന്നുമില്ല. ഓക്കെ, നിങ്ങളെ മാല എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇത് എവിടെ നിന്ന് എടുത്തു, ഈ വള നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, ഓക്കെ, ഒരു അപ്രിസിയേഷൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അപ്രിസിയേഷനൊക്കെ. നമ്മൾ ഷർട്ട് ഇഷ്ടപ്പെട്ടു, സാരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും അങ്ങനെയൊക്കെ പറയാൻ നല്ലൊരു കാര്യമാണെങ്കിലും അത് അവിടെ എത്തുമ്പോൾ പറയാൻ പേടി. അപ്പോൾ അതൊരു ആൻസൈറ്റി ഉള്ളതിനാണ്. പിന്നെ ആൻസൈറ്റി ഉള്ള ചില ആളുകൾ തന്നെ ഉണ്ട്. ചിലപ്പോൾ ആ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന അച്ഛനും അമ്മയൊക്കെ, അച്ഛൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛനും അങ്ങനെ തന്നെയാണ്, അമ്മ എങ്ങനെ വെച്ചാൽ അമ്മയും അങ്ങനെ തന്നെ ഷൈയാണ്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ജീനൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടാവും. പിന്നെ ആ സഭാകമ്പൊക്കെ നമ്മൾ കുറേ ആളുകളെ ഫേസ് ചെയ്ത് അഭിമുഖീകരിച്ച് കുറേ പ്രോഗ്രാംസൊക്കെ അറ്റൻഡ് ചെയ്ത് കുട്ടികളൊക്കെ ആയിട്ട് മിംഗ്ലിംഗ് ഒക്കെ ആകുമ്പോൾ നമുക്കത് വരും. ഇപ്പോൾ തന്നെ ഈ സെപ്പറേറ്റ് ആയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളൊക്കെ മാറിയിട്ടുള്ള സെപ്പറേറ്റ് സ്കൂളൊക്കെ ആയിട്ടുള്ള ആൾ പിന്നെ മിക്സഡിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അതിനോട് അങ്ങ് പോകും. അപ്പോൾ അത് കറക്റ്റ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ അങ്ങനെ വല്ലാതെ ആൻസൈറ്റി ഉള്ളവർക്ക് ആൻസൈറ്റി കുറക്കാനൊക്കെ ചില മെഡിസിൻ്റെ സഹായം വേണമെങ്കിൽ ഇനീഷ്യലി ഒക്കെ കൊടുക്കും. പക്ഷെ അതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് അത്തരം മെഡിസിൻസ് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഇനീഷ്യൽ സ്റ്റേജിൽ അതിനൊരു പുഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരം മെഡിക്കേഷൻസ് കൊടുക്കുന്നത്. അതോടൊപ്പം നമ്മൾ പ്രോപ്പറായിട്ടുള്ള കൗൺസിലിംഗ് സെഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്തിട്ട് ആളെ നോർമൽ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ സാർ, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.